മലപ്പുറം നിലമ്പൂരിൽ കാലിൽ പരിക്കേറ്റ കാട്ടാന അവശ നിലയിൽ തുടരുന്നു. പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് ജനവാസ മേഖലയോട് ചേർന്ന ആന തുടരുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയ്ക്ക് മരുന്ന് നൽകി. കാട്ടാനയുടെ ദയനീയാവസ്ഥ വാർത്തയായതോടെയാണ് വനംവകുപ്പ് ഇടപെട്ടത്. വനംവകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ആനയ്ക്ക് ചികിത്സ നൽകുന്നുണ്ട്. കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്നാണ് നിലവിൽ ആനയുള്ളത്. ആനയുടെ പിൻകാലിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല. സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ആനയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ലെന്നും നിലവിൽ ആന ശാന്തനാണെന്നും സമീപത്തെ സ്ഥലമുടമയായ രാജേഷ് പറയുന്നു. ഞാനിപ്പോൾ ഒരു 8 ദിവസം ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെ കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റ് തള്ളി പിന്നെയാണ് എനിക്കിത് പോകാൻ പറ്റാണ്ടായിട്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ചേരം ഓടിക്കുകയും അപകടം പറ്റുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു ഡെയിലി അവർ നിരീക്ഷിക്കുന്നുണ്ട് അതിനെ. വേറെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കമ്പിവേലി നല്ല പേടിയുണ്ട്. കമ്പിവേലി കഴിഞ്ഞ് കടന്നു വരുന്നുമില്ല. ഇപ്പം നല്ല ഭക്ഷണം എടുക്കുന്നുണ്ട്. ഭക്ഷണം നല്ല കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, ശല്യം ചെയ്യുന്നില്ല. എൻ്റെ പശുക്കുട്ടി കഴിഞ്ഞ് എൻ്റെ അടുത്ത് ചെന്നിരുന്നു. അതിനെ ആക്രമിച്ചൊന്നുമില്ല. അതിൻ്റെ പണിക്ക് ഇത് അങ്ങനെ പുറകെ പോയി. നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചെരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. യഥാസമയം പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാനായാൽ പരിഹാരമുണ്ടാകും. കൃഷിയിടത്തിൽ തെങ്ങ് മറിച്ചിടുന്നതിനിടെയാണ് ആനയുടെ കാലിന് പരിക്കേറ്റത്. തെങ്ങ് വീണു മറിഞ്ഞ വൈദ്യുതി തൂൺ ആനയുടെ കാലിലേക്ക് വീഴുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.